ഹലോ ഹഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ സായ്കുട്ടി വലിയ എത്ര പൊങ്ങിയെന്നാ കാണുണ്ടോണ്ട് പറയും. സായ്കുട്ടി വലിയ കുട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മള് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോണത്. അതിന്റെ മെയിൻ വിശേഷം അത് മാറിക്കളഞ്ഞാണ്. അത്ര ദൂരം പോയാൽ നീ തട്ടിട്ട് തല പറയും. അതായത് ഇന്നുമോൾക്ക് 14-ാം തീയതി അല്ലേ കല്യാണം. അപ്പൊ 13-ാം തീയതി ഈവനിങ് പോകും. ഷൈദാത്തി നബിറൂട്ടിയും എല്ലാവരും ചേർന്നിട്ട് നമ്മളൊരു കോഴിക്കോട് കയറ്റ വലിയൊരു ഇൻഫ്ലുവൻസറുടെ കല്യാണത്തിന് പോകുന്നുണ്ട് അല്ലേ. ഞാൻ പക്ഷെ ഓനുണ്ട് കേട്ടോ. പക്ഷെ ഓന് മറ്റേ അപ്പോൾ അവര് വൈകുന്നേരം തന്നെ പോയിട്ട് അവിടെ കോഴിക്കോട് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം കല്യാണം കൂടാന്നുള്ള പ്ലാനൊക്കെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ അങ്ങനത്തെ സ്ഥലങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഞാൻ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, ഞങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്ന ഹനാൻഷൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ട ഞങ്ങൾ പോണത്, ഞാൻ നബിലാമൊക്കെ പോണത്. അവർക്കാർക്കും ആ ഒരു താല്പര്യം. എനിക്ക് അത്രക്ക് കുറെ വലിയ വലിയ ആൾക്കാരുടെ ഇടയ്ക്കൊക്കെ പോയാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സേഫായിട്ട് ഞാൻ ഇല്ല പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നുമോൾക്ക് ഡ്രസ്സ് സെറ്റ് ആക്കണല്ലോ. അപ്പോൾ എന്തായാലും വലിയ ശ്വാസം നിൽക്കണം കേട്ടോ. കാരണം ഇത് 3-4 വർഷം കഴിഞ്ഞു ഉണ്ടാവും. 2-3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 4 വർഷത്തിന് മുമ്പൊക്കെ ഉള്ള ഡ്രസ്സാണ്. 4 വേണ്ട, 3 മതി. അത്ര മതി. ഇനി തല്ലുട വീഡിയോന്റെ ലെങ്ത് കൂടും. അതായത് ഇത് ബിനാസ് ഡിസൈൻസ്. ഈ ഷാള് മാറ്റിക്കേ. ഈ ഷാൾ ഇവിടുന്ന് കാണിച്ചേ. ഓക്കെ, ബിനാസ് ഡിസൈൻസ് ഡിസൈൻ ചെയ്തിട്ടോ. ഇതിന്റെ ഉള്ളിലാണ് കുത്താത്ത കാരണം കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഇന്നുമോളുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉണ്ട് ഈ ഫോട്ടോ. നമുക്ക് ഈ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് വെക്കാം. അപ്പൊ പിന്നെ നമ്മള് സ്ക്രീൻ ശരിക്കും കാണില്ല നോക്കിക്ക. അതിന് ക്യാമറ അനക്കൊന്നും ചെയ്യണ്ട. ഞാൻ ക്യാമറ ഔട്ടായിട്ടൊന്നുമില്ലല്ലോ. ഇജ്ജ് പോവൂല, അവിടെ നിൽക്ക്. അപ്പോൾ ഇത് ബിനാസ് ഡിസൈൻസ് അന്ന് നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇന്നുമോൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്ത ഡ്രസ്സാണ്. ഇത് മമ്മക്ക് ഡിസൈൻ ചെയ്തതാണ്. പക്ഷെ മമ്മക്ക് പിന്നെ വേറെ ഡ്രസ്സ് കിട്ടിയപ്പോ പിന്നെ ഞാൻ നല്ല ഇന്നുമോൾക്ക് ആക്കിയതാണ് അത്. അപ്പൊ ഇന്നുമോൾക്കാണ് ഈ ഡ്രസ്സിന്റെ ഡിസൈൻ ചേരണതും. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ ഈ ഡ്രസ്സിന്റെ ഈ കളറൊക്കെ ഇട്ടിട്ട് ഇന്നുമോള് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു. പിന്നെ നമുക്കൊരു ഈ ഡ്രസ്സ് വൈറ്റ് ആയ കാരണം കൊണ്ട് എനിക്ക് വൈറ്റ് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അത് വൈറ്റ് ഭംഗിയാണ്. പക്ഷെ എനിക്ക് വൈറ്റ് കളർ ഡ്രസ്സ്, ബ്ലാക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മാത്രല്ല, നമ്മള് ഈ ഡ്രസ്സ് ഒരു പ്രാവശ്യം ഇട്ടിട്ട് അങ്ങനെ വെച്ചതാ. പക്ഷെ ഈ പേഴ്സണലി ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ ഇത് വൈറ്റ് കളറായ കാരണം കൊണ്ട് ഇതിന്റെ അടിയിൽ ഇച്ചിരി ഒരു കറ പോലത്തെ ചെളി പിടിച്ചു കഴിഞ്ഞാൽ പോവാൻ പ്രയാസമല്ലേ. അങ്ങനത്തെ ചെറിയ സംഭവം ഉണ്ട്. അപ്പൊ നമ്മള് എന്താ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ട്, ഇന്നുമോളുടെ ഈ ഡ്രസ്സ് നമ്മൾ കളർ നോക്കി ചേഞ്ച് ചെയ്യാൻ പോവാണ്, പുതിയ ഡ്രസ്സ് ആക്കി മാറ്റാൻ പോവാണ്. അത് നമ്മൾ ഒരു വിശേഷം പിന്നെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അടങ്ങിയിട്ടില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി എല്ലാവർക്കും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കും. ഇന്ന് കുറേയും കൂടി ആൾക്കാർ അറിയട്ടെ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്നാൽ ഈ ഡ്രസ്സ് വേഗം പോയിട്ട് അഴിക്കാൻ നോക്ക്. ഈ ഡ്രസ്സ് ഇനിയിപ്പോൾ അഴിക്കാൻ ഞാനും കൂടി 3 കൊല്ലം മുമ്പുള്ള ഡ്രസ്സ്. അപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് തടി കൂടിയിരിക്കുന്നു. അതാണ് ശ്വാസം മുട്ടിക്കൊന്ന് പറയാൻ എന്താണ് കളിക്കാൻ പോണേ. രാവിലെ കളിക്കാൻ പോയിട്ടില്ല. അവിടെ താഴെ ആറ് കളിക്കുന്നുണ്ടോ? ഞാൻ കളിക്കാൻ വിളിച്ചോണ്ട് ആരും നമ്മള് അവിടെ ഷിഫുന്റെ വീട്ടിൽ പോയിക്കാണ്, ആന്റെ പള്ളിക്ക് പോയിക്കാണ്. പിന്നെ ഈ സമയത്ത് കളിക്കാൻ പോകുന്ന വൈകുന്നേരം 4 മണിക്ക് കളിക്കാൻ പോയിക്കോ. ഇപ്പൊ കളിക്കാൻ പോകാൻ പറ്റില്ല, അവർക്ക് എക്സാം ഒക്കെ സ്റ്റാർട്ട് ആവാനായിക്കണ്. അതെ, ഇപ്പൊ കളിക്കാൻ പറ്റില്ല. കളിക്കാൻ പോകണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇതിനൊക്കെ ഒരു സമയമുണ്ട്. എന്തായാലും സായ്ക്കുട്ടിനെ കളിക്കാൻ വിടാത്തതിന്റെ സങ്കടത്തില് സായ്ക്കുട്ടി ഒരു പാർസൽ വന്നിട്ടുണ്ട്. സായ്ക്കുട്ടി ഇതുകൊണ്ടോ എന്താ കുട്ടിയാണക്ക്? സായ്ക്കുട്ടിൻ്റെ ഒരു തമാശ കേട്ടോ. ഈ പാർസൽ പൊട്ടിക്കാൻ സായ്ക്കുട്ടി അടുക്കളത്ത് വലിയ കത്തി എടുത്തിട്ടാണ് വന്നിക്കുന്നത്. കുഞ്ഞേ എന്ത് ചെക്കാർക്ക് കൈ പോകൂട്ടാ. അവസാനം സായ്ക്കുട്ടി ഇത് കയ്യോണ്ട് മുറിക്കാറുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു. എന്തിനത് ഇവിടെയൊക്കെ ചവിട്ടി കയറിക്കണത്? കുട്ടിയെ എന്ത് ഭ്രാന്താണക്ക്? പതുക്കെ പറിച്ചെടുക്ക് നോക്ക്. അങ്ങനെ ഒരുവിധം നമ്മൾ സായ്ക്കുട്ടി ഇത് തുറന്നിട്ടുണ്ട്. ഇതെന്താണ് സംഗതി? ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ച 2 സ്റ്റാൻഡാണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചത്. ഇതിനകത്തെ കോംബോ പാക്കാണേ. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്കൊക്കെ പിൻ ചെയ്ത് വെക്കാം. ഇത് ഈ ഒരു സാധനം നമ്മൾ സാധാരണ ഇതുണ്ടാവില്ല, ഈ സ്റ്റിക്കർ ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓരോ സാധനം വെക്കുക, പിന്നെ ഇവിടെ ഓരോന്ന് തൂക്കിടുക. അങ്ങനത്തെ 2 കോംബോ സ്റ്റാൻഡാണ് കേട്ടോ. ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്.
അപ്പം നമ്മളിന്ന് സൺഡേ ആയിട്ടേ നമ്മൾ നല്ല ചിക്കൻ വരട്ടിയതും പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ. ചിക്കൻ വരട്ടാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വരട്ടിയതും നെയ്ച്ചോറും ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നുമോളുടെ ഡ്രസ്സ് ഒന്ന് കളർ ബുക്കണമെന്ന്. അപ്പോൾ ഞാനിതിൻ്റെ സാധനങ്ങളൊക്കെ കളർ ബുക്കാനുള്ള സാധനമൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങിച്ചോളൂ കേട്ടോ. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ, ഉപകാരമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ലിങ്ക് ഞാനവിടെ തരാം. ഇങ്ങനെ ഉപകാരമില്ലാത്ത വലിയ സുഖമൊന്നുമില്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് നിങ്ങൾ വാങ്ങിക്കണ്ട എന്ന് തന്നെ പറയൂ കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്കിന്ന് ജോലികളിലേക്ക് നമ്മൾ കിടക്കാൻ പോട്ടെ. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇൻഡിമോളുടെ ഡ്രസ്സ് അങ്ങോട്ട് കളർ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ കടന്ന് സെറ്റ് ആയിക്കോളും. നമ്മളിവിടെ കടന്നിട്ട് കുക്കിങ്ങും ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചുരിദാറിൻ്റെ കളർ മുക്കി ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ കളർ മുക്കിയപ്പോൾ അത് കുറച്ച് അവിടെയും ഇവിടെയും ഒക്കെ ഒന്ന് ആവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിനെന്തെങ്കിലും പ്രശ്നം പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെള്ളം കുറേ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് നമ്മൾ ഒരൊറ്റ പാക്കറ്റ് കളറേ ഉണ്ടാക്കുന്നുള്ളൂ, കിട്ടുന്നുള്ളൂ. അപ്പം പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമുക്കതിങ്ങനെ ഒരു ഡാർക്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് കളറൊക്കെ ഒന്ന് മിക്സ് ചെയ്യാമെന്നത് പിന്നെ മനസ്സിലായിട്ടോ. ഞാനിത് വലിയ പാക്കറ്റ് തന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഈ നമ്മൾ ആ തുണി ആദ്യം നമ്മൾ നനക്കണം എന്നുള്ളത് അത് പിന്നേക്ക് മനസ്സിലായത്. അതിന് കുറച്ച് ടിപ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്രാവശ്യം കളർ നോക്കിയിട്ട് എന്താവും നോക്കി വെക്കാം കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ഇന്നുമോളുടെ ആ ഡ്രസ്സ് ഉറപ്പൊക്കെ ആ കുഴപ്പമാണ്. ഇന്നുമോളുടെ ഡ്രസ്സ് ഇതാ ഈ കളറാണ് നോക്കുന്നത് കേട്ടോ. ഇന്നത്തെ എവിടെ പറഞ്ഞതാണ് ഏകദേശം ഈ ഒരു കളറ് നല്ല ഭംഗി ഉണ്ടാവുന്നത്. നമുക്ക് നോക്കി വെക്കാം. ഈ കളർ ഭംഗിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കറുപ്പ് കളറുണ്ട്. അത് നമ്മൾ കറുപ്പ് കളർ നോക്കും. അങ്ങനെ മൊത്തം കളർ നമുക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത് ആ കളർ അന്നെ എന്തെങ്കിലും കൊള്ളാക്കി ഞാൻ പറഞ്ഞു വെച്ചിരിക്കണോ? എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണല്ലോ അവള് പുതിയ സാധനങ്ങൾ കണ്ടെത്തുക. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാതെ നമ്മൾ ഒന്നും കണ്ടെത്തൂല. ഈ ചീവീടിലൊന്നും ഉണ്ടാതിരുന്നൂടെ? ഇതൊരു ചീവീട്. നമ്മൾ ആദ്യം നമ്മളെ വീട്ടിലുള്ള ഏറ്റവും വലിയ ചെമ്പാണിത്. സംഗതി ബിരിയാണി ഒക്കെ വാങ്ങിച്ചതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇത്ര വലിയ ബിരിയാണി നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ചെമ്പിൽ കൊള്ളുന്ന കളറുള്ള മുക്കാൻ പറ്റുക. ഇതിൽ ആ ഡ്രസ്സ് മുങ്ങി എല്ലായിടത്തും കളർ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഒക്കെ ഒന്നും പറയാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ മാക്സിമം വലിയ ചെമ്പ്. ഇതിനെക്കാട്ടി വലിയ ചെമ്പ് ഇവിടെ അല്ല. നമ്മൾ ഉപ്പ് നല്ല ഇട്ട് കൊടുക്കാം. ടിങ് ടിങ് ഉപ്പ് നല്ല ഇട്ടിട്ട് മതിയില്ലേ? മതിയാവും. ഇപ്രാവശ്യം നമ്മൾ ഇതിൽ മൊത്തം 4 കളറുകളുണ്ട് കേട്ടോ. 4 ഒരേ കളർ തന്നെയാണ്. നമുക്ക് 2 പാക്കറ്റ് ഇടാം പ്രാവശ്യം. നമ്മൾ മഞ്ഞ ഒരു ഗ്രീൻ കളർ തുടങ്ങുമ്പോൾ തന്നെ അശകുനം പറയല്ലേ. ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആണല്ലോ. അത് ലൈറ്റ് ആവും. അത് മുക്കി വരുമ്പോഴേക്കും അതിൻ്റെ കാര്യം പറയട്ടെ. ഞാൻ ഈ കളർ മുക്കലയിൽ പ്രോയൊന്നുമല്ല. വെറുതെ എന്നെ കൂടി പേടിപ്പിക്കരുത്. നമുക്ക് സെറ്റ് ആവുമല്ലോ. അതും അല്ല, ഞാനും ഇതിൽ പ്രോയൊന്നുമല്ലല്ലോ. അപ്പം എന്നെ ടെൻഷൻ ഉണ്ട്. അപ്പോൾ വെറുതെ ഇന്റെ ടെൻഷനാക്കി പഠിച്ചോനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെൻഷൻ ആവൂലേ? ഇന്റെ ടെൻഷനാക്കാൻ പാടില്ല. ഒക്കെ ശരിയാവും. നമ്മളുണ്ടല്ലോ എല്ലാം ശരിയാവുന്നതിൽ പ്രതീക്ഷയിലാണ് എല്ലാ മനുഷ്യന്മാരും ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ശരിയാവുന്നതാണ് വിചാരിക്കുന്നത്. ഇനി ശരിയായില്ലെങ്കിലും ശരിയാവുന്നതാണ് വിചാരിക്കുക. വിശ്വസിക്കോ? ഇല്ല. പക്ഷെ അതെ ചെയ്യന്നെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യന്നെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കളർ മുക്കുമ്പോഴേ കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു ഇത്തത് ഇളക്കിയിട്ടില്ലാന്ന്. ഇനി ഇപ്രാവശ്യം അതുകൊണ്ടാണ് അവിടെ വീടി പിടിച്ചത് എന്നൊക്കെ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടായിരുന്നു. ഇനി ഇപ്രാവശ്യം നമ്മൾ ഒരു ചാൻസ് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെല്ലാം വേണ്ട പോലെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞാവക്ക് സൈക്കിൾ വാങ്ങിക്കാൻ പോയപ്പോൾ കുഞ്ഞാവനെ കൊണ്ടുപോയില്ല. അത് കുഞ്ഞാവക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് കുഞ്ഞാവ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. താമച്ചോക്ക് അല്ല പിന്നെ ഓള് ഉപ്പ് ഇത്ര മതിയൊന്നും പിന്നെ അത് താമച്ചോക്കാൻ പറ്റുമോ? നമ്മളൊരു കണക്കിന് ഇടന്നെ ശരിയാവുന്നാണ് വിചാരിക്കുന്നേ. എന്നാ പിന്നെ അതുകൂടി 3 സ്പൂൺ ആക്കാം. പറഞ്ഞ സ്ഥിതിക്ക് ഇതേ ആള് കൂടെ പാമ്പ് ചാല പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോഴേ കുറേ ആൾക്കാർ കൂട്ടരുത്. നമ്മളെല്ലാം ചെയ്യുക. അതിൽ നന്നായാലും നമ്മളെന്നെ അനുഭവിക്കാം, മറ്റേ ചീത്തായാലും നമ്മളെന്നെ അനുഭവിക്കാം. എന്തായാലും ഇന്നോളെ അഭിപ്രായ പ്രകാരം നമ്മളൊരു 3 പാക്കറ്റ് ഉപ്പിട്ടിട്ടുണ്ട്. ഇടാലോ. നമ്മളിനി ഈ ഡ്രസ്സ് വെള്ളത്തിൽ മുക്കാൻ പോവാണ് കേട്ടോ.
20 മിനിറ്റ് മുക്കിക്കണ്ട് ഇജ്ജ് പിടിച്ചിക്കോ. അങ്ങനെ ആൾക്ക് ഇത് വേറെ കളർ മുങ്ങരുതെന്നുണ്ടെങ്കിൽ ഇജ്ജ് ഇത് പിടിച്ച് നിൽക്കുക, അനക്ക് വയ്ക്കും ഇജ്ജ് പിടിച്ച് നിൽക്കുക. എനിക്കിപ്പോൾ നേരമില്ല, തൽക്കാലം ഇപ്പോൾ ഇത് ആയതാവും. അതിമ ആ പച്ച കളറിന് എന്താണോ അതാവും. അപ്പം അതിനനുസരിച്ച് എല്ലാം പാടെ അങ്ങനെ തന്നെ ഉണ്ടാവും. എല്ലാം പാടെ ഒരു 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 കൊട്ടിക്കലാശം വരുന്നിടത്ത് വെച്ച് കാണുന്നു. കേട് വരില്ല എന്നുള്ളത് ഉറപ്പാണ്. കേട് വരാനല്ല നമ്മളിത് ചെയ്യുന്നത്. കേട് വരത്തില്ല, അത് നമുക്ക് 100% ഷുവറാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യണം, നീ 20 മിനിറ്റ് ഇത് ഇങ്ങനെ പിടിച്ചിരിക്ക്. അപ്പൊ ഇത് കരിയൂല കുഞ്ഞ്. നമുക്കിത് ഇവിടെ എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കെന്തെങ്കിലും ചെയ്യണോ? അപ്പൊ അത് ശരിയാവില്ല. എൻ്റെ മോളെ ഇതിൻ്റെ ഉള്ളിൽ സീക്വൻസിന്റെ കളർ പിടിച്ചാലും ഇതൊരു രസം ഉണ്ടാവും. ഈ ഗോൾഡൻ കളർ എന്തായാലും വേറെ കളർ വരത്തില്ല. അത് നല്ല ഭംഗി ഉണ്ടാവും. യു ട്രസ്റ്റ് മീ. ഇനി നമ്മൾ ഇത് ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ഇനി ബക്കറ്റിലല്ല, അപ്പോൾ നമുക്ക് സിങ്കിലിട്ടിട്ട് വെള്ളത്തിലാക്കാതെ ഞാൻ വിചാരിക്കണം. ഇനിയിപ്പോൾ ഞാനിത് സിങ്കിലിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ആരും മോശം വിചാരിക്കൊന്നും വേണ്ട. ഞാനെൻ്റെ സിങ്ക് ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന പാത്രമല്ലേ, അതുപോലെ നമ്മൾ നല്ല പൊന്നു പോലെ നോക്കുന്ന സിങ്കാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ ചില വീട്ടിലൊക്കെ സിങ്കിൽ തുപ്പുന്നൊക്കെ കാണാം. തുപ്പിയ വിവരം അറിയും എൻ്റെ സിങ്ക് തുപ്പിയിട്ടുണ്ടെങ്കിൽ. നമ്മളിവിടെ ഭക്ഷണം കഴിക്കുന്ന പാത്രം എത്ര വൃത്തിയുണ്ടോ അത്ര വൃത്തിയിലാണ് എൻ്റെ സിങ്ക് ഞാൻ കൊണ്ടെടുക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിങ്ക് സോപ്പിട്ട് കഴുകും. അതിൻ്റെ ഒരു ശീല. അതുകൊണ്ട് ഇത് നല്ല വൃത്തിയിലിരിക്കുന്നത്. നമ്മൾ വെള്ളമൊക്കെ നനച്ചിട്ടുണ്ട്, നമ്മൾ സെറ്റാക്കും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് നമ്മൾ നനച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പടച്ചോനെ വിശ്വസിച്ചിട്ട് ബിസ്മിൻ ചൊല്ലി നേരെ എത്തിക്കണ്ടാക്കുക. പടച്ചോനെ അതൊരു ഇതാണല്ലോ അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൊത്തത്തിൽ റിസ്ക്കാണ് ഗായ്സ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പുറത്തേക്ക് പോകുമെന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ റബ്ബേ. ഞാൻ ആ ക്യാമറ ഒന്ന് ഓഫാക്കിയിട്ട് എന്നിട്ട് വന്നാ ആ ഗ്ലൗസ് വേണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കയ്യുമ്മലാവൂല കളറ്. ഗ്ലൗസ് ഇട്ട് അതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കളറ് മുക്കാല സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇത് ശരിയാവില്ല എന്ന് എനിക്കറിയില്ല. ശരിക്കും മുങ്ങിയിരിക്കേണ്ടത്. പക്ഷെ പാത്രം ചെറുതായ കാരണം കൊണ്ടേ ഒരു പ്രശ്നം സംഭവിച്ചു. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സംഗതികളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കണ്ടോ കളർ പിടിച്ചിരിക്കണ്. ഞാനേ ഇപ്പോൾ ഗ്ലൗസ് ഇടാതെ ആ കളർ നോക്കിയ കാരണം ഇവിടെ കളറൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നെയിൽ പോളിഷ് റിമൂവറുണ്ട് എൻ്റെ കയ്യിൽ. അത് വെച്ചിട്ടൊന്ന് ഉരച്ച് നോക്കിക്കണം. അപ്പോൾ പോയിരിക്കും. എൻ്റെ കുറേ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചിരുന്നു ഇപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് കുക്ക് ചെയ്യാറില്ലേന്ന്. എൻ്റെ അടുത്ത് ആരൊക്കെയോ ഇങ്ങനെ ഗ്ലൗസ് ഇട്ട് കുക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അറപ്പാകുന്നു അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ ഉമ്മച്ചിയും പറഞ്ഞു ഒന്ന് ഗ്ലൗസ് ഇല്ലാതെ ഒന്ന് കൈ ഉപയോഗിച്ചൊന്ന് കുക്ക് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 1-2 കുറേ വർഷമായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ ശീലം മുഴുവൻ പോയിക്കണം. അപ്പോൾ എൻ്റെ ഗ്ലൗസ് കഴിയും ചെയ്തിരിക്കണം കേട്ടോ. എൻ്റെ ഗ്ലൗസ് കഴിയുന്ന സാധാരണ ഞാൻ ഗ്ലൗസ് കഴിയാൻ സമ്മതിക്കില്ല. ഒരു 4-5 ജോഡി ബാക്കി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വേഗം ഓർഡർ ചെയ്യും. പക്ഷെ എൻ്റെ ഗ്ലൗസ് മൊത്തത്തിൽ കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. നാളെ ഗ്ലൗസ് വരും കേട്ടോ. കയ്യിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് തന്നെ കുക്കൊക്കെ ചെയ്യണം. കാരണം എൻ്റെ കൈയൊക്കെ ആകെ ഇങ്ങനെ വൃത്തികേടായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ മുഖത്തിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ മുഖത്തിനെ പോലെ തന്നെ നമ്മളെ കൈ ശ്രദ്ധിക്കണം. കാരണം കൈ നമ്മളെപ്പോഴും ആൾക്കാർ കാണുന്ന സ്ഥലമല്ലേ. അപ്പോൾ അത് നമ്മൾ നല്ല വൃത്തിയിൽ സൂക്ഷിക്കും വേണം. അപ്പോൾ ചുളിവൊന്നും വരാതിരിക്കാനൊക്കെ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണത് തന്നെ ആയിരിക്കും നല്ലത്. ആമസോണിൽ നിന്ന് വരുന്നുണ്ട്. ഇനി ഗ്ലൗസ് ഇട്ടിട്ട് കുക്കിംഗ് ചെയ്യണത് അറപ്പാവണമെന്നൊക്കെ പറയണവർ ഞാൻ കുക്കിംഗ് ചെയ്യുന്ന ഭാഗങ്ങൾ ഒന്നുകൂടെ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഗ്ലൗസ് വേണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കട്ടെ കേട്ടോ. എവിടെ എന്നിട്ട് ഈ സൈക്കിൾ വാങ്ങിക്കാൻ പോകാൻ നേരത്തെ നീ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചിരുന്നേ? നല്ല ഭംഗിയുണ്ടല്ലോ സൈക്കിൾ കാണാനേ. സൈക്കിൾ ഓടിച്ചേ നോക്കട്ടെ. ഓ ഫസ്റ്റ് ബാക്കിലോട്ട് തിരിയണം. ആ ഓക്കെ. ആ ഓടിച്ചു പോട്ടെ. എടാ ബ്രേക്ക് ഒക്കെ ഉണ്ടോ? ആ നീ എന്താ വായി നോക്കി നിൽക്കുന്നത്? വല്ലത് വായിക്കാതെ നോക്കിക്കോ. എൻ്റെ സൈക്കിൾ എവിടെ? തീ വരുമോ? നീ തുടങ്ങിയ തള്ളാന് സായിക്കുട്ടർ പോലെ. സായിക്കുട്ടിനൊക്കെ ഒരു പണിയില്ലല്ലോ. ഇതവിടെ ഡ്രസ്സുകൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് സെക്ഷൻ തിരിക്കും. നിന്റെയും ജീജിൻ്റെയും എന്നെ തിരിക്കുക. എന്നിട്ട് നിന്റെ ഡ്രസ്സ് കൊണ്ടേ മടക്കി വെക്കാം. മോൾ അവിടെ നല്ല വീഡിയോ എടുക്കലാണ് കേട്ടോ. നമുക്ക് കിച്ചണിൽ നിനക്ക് എന്തുവാണെന്ന് പറഞ്ഞേ? മുട്ടയും വേണം. രാവിലെ 4-5 ചോറി 3 അപ്പം കഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ വിശക്കും. 1 മണിയായി, ഫുഡ് അയച്ചില്ല. മുട്ട കുഴപ്പം പൊടുങ്ങി തരാം. നമ്മള് ഇന്നോൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മള്
മുട്ടയും പഴവും പുഴുങ്ങാൻ പോവാണ് കേട്ടോ. നമ്മളെ അതാരുടെ കെറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ മുട്ട പുഴുങ്ങുന്നത്. നമുക്ക് ഇതിന് മുമ്പ് ഒരു കമന്റ് വന്നിരുന്നു കേട്ടോ. അതായത് നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഒക്കെ പ്രൊമോഷൻ ചെയ്തിട്ട് തിരിച്ചയക്കാണോ ചെയ്യുക, ആ പ്രോഡക്റ്റ് ഇപ്പൊ കാണാറില്ലല്ലോ എന്നുള്ളത്. നമ്മുടെ കിച്ചണിൽ ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എഗ് ബോയിലർ കൂടെ വെക്കാനുള്ള ആ ഒരു സൗകര്യമൊക്കെ കാരണം കൊണ്ട് അതൊക്കെ ഞാൻ എടുത്തു വെക്കുക ചെയ്യാം. എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറക്കുക ചെയ്യാം. അപ്പൊ നമുക്ക് ആവശ്യം ഉണ്ടായപ്പോൾ നമ്മുടെ അതാരണ്ട് ഇതാ ഈ ഒരു കെറ്റില് എടുത്തിട്ടുണ്ട്. നമ്മളിതില് ഇത് മൾട്ടി കെറ്റിലാണ് കേട്ടോ. നമുക്കിതില് മുട്ട പുഴുങ്ങാം, മറ്റേ നൂഡിൽസ് ഉണ്ടാക്കാം, അങ്ങനെ മൾട്ടി കെറ്റിലാണ്. അപ്പൊ നമ്മൾ ഈ അഗാരോന്റെ മൾട്ടി കെറ്റിലാണ് നമ്മളിന്ന് മുട്ട പുഴുങ്ങുന്നത് കേട്ടോ. സായിക്കുട്ടിക്ക് എത്രയ്ക്ക് വേണം? 2 വേണ്ട? എത്ര പുഴുങ്ങുന്നുണ്ട്? നിനക്ക് 3 വേണം? 1 മതി. അഞ്ച് മുട്ട. നമ്മളങ്ങനെ ഇടക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് പഴവും മുട്ടയും ഒക്കെ പുഴുങ്ങിയിരിക്കുന്നുണ്ട്. ഈ അന്നോട് ഈ കാല് ചുരുട്ടി വെച്ച് ഞാൻ ടേബിൾ ഇരിക്കുന്നത് പറഞ്ഞിക്കണോ? ഇവിടെ ആഹാരം വെട്ടൊന്ന് മുറി 2 ആ എന്താ അറിയാനാ കത്തിയോട് ചിരിക്ക. ഇതിപ്പോ 2 പീസായേനെന്ന് ആ ആളെയാണ് പറയണത്. എന്തോ വിഷമത്തിൽ ഇരിക്കുകയാണ്. ഓനക്ക് വയ്യ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ് മുട്ട എടുത്തിട്ട് നമ്മൾ ഇന്നോട് രാവിലെ ഉണ്ടാക്കിയ ചമ്മന്തി. അത് ഇതിൽ ചമ്മന്തിയിൽ അടിപൊളി ചമ്മന്തി. സായിക്കുട്ടി എഗ്ഗിൻ്റെ ഉള്ളിൽ ചമ്മന്തി നിറച്ചിക്കാണ്. ചെങ്ങായിയെ പതുക്കെ. സായിക്കുട്ടി വല്ലാത്തൊരു മുതലന്റെ അനിയൻ. എരിവെങ്ങാനും തൊണ്ടേ നിന്ന് കൊരക്കാൻ കൂടി നേരം ഉണ്ടാവും ഞങ്ങക്ക്. ഫുട്ബോൾ കളി സ്ഥലം നല്ല വായന്റെ ഉള്ളിലില്ല. അതോടുകൂടി എന്റെ മുട്ട ഞങ്ങൾക്ക് 1 മതി എന്നല്ലേ പറഞ്ഞു. അനക്ക് 1 മതി പറഞ്ഞിരിക്കണ്. അനക്ക് 1 പുഴുങ്ങിയിട്ടുള്ളൂ. ഇത് ഇന്ത്യ ജീജിന്റെ. ഞങ്ങൾക്ക് 2 തരില്ല. എന്തേ വേണോ? ആ കഴിച്ചോ. ഇട്ടിട്ടാണേ പതുക്കടണേ. എന്തത് നമ്മള് പഴം മുഴുകിയത് കൂടിയിട്ട് ഇതും കൂടി കഴിക്കാം. നല്ല രസമായിരിക്കും. നമ്മളങ്ങനെ ചാവടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്നുമോളുടെ ഡ്രസ്സ് ഉണ്ട്. നമ്മളെ ഇന്നുമോളുടെ ഡ്രസ്സിനകത്ത് കളർ മുക്കിയില്ലേ, അത് അവിടെ ഇവിടങ്ങളിൽ കുറച്ചൊന്നും പിടിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഇനി വേറെ ഏതെങ്കിലും വലിയൊരു ചെമ്പ് വാങ്ങിച്ചു കൊടുത്തിട്ട് അത് നല്ലവണ്ണം ഡീപ്പാക്കിയിട്ട് മുക്കിയിട്ട് ഒന്നുകൂടി കളർ മുക്കേണ്ടി വരും മിക്കവാറും. അതങ്ങോട്ട് കറക്റ്റായിട്ടൊന്നും ശരിയായിട്ടില്ല. ഞാൻ ഇവിടെ താഴത്തൊക്കെ ഒന്ന് നടന്നു നോക്കിട്ടേ ഇതിന് വലിയൊരു ചെമ്പ് കിട്ടാൻ തോന്നുന്നു അന്വേഷിക്കട്ടെ കേട്ടോ. ഇത് നമ്മളെ ഇന്നുമോളുടെ ഒരു ടീഷർട്ടാണ്, ഡ്രസ്സാണ്, ഷർട്ട്. ഇതിൻ്റെ ഇവിടെ കളർ പിടിച്ചിട്ട് ഇന്നുമോളിൽ ഇടാറില്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ് കേട്ടോ. ഇതിൻ്റെ ഇവിടെയൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ കളർ പിടിച്ചിട്ട് ഇന്നുമോളിൽ ഇടാറില്ല. അപ്പം ഞാനിനി ഈ ഷർട്ടൊന്ന് കളർ മുക്കി നോക്കട്ടെ. ഇതെങ്ങനെ വരുന്നത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. നമ്മുടെ നേരത്തെ കളർ തന്നെയാണ് കേട്ടോ. ഈ കളറിലേക്ക് നമ്മളിത് മുക്കി വെക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ തുണി നനച്ചിട്ടെടുക്കട്ടെ കേട്ടോ. നോക്കിയേക്ക് എൻ്റെ ഈ ഷർട്ടിൻ്റെ കളർ മാറില്ലേ? നല്ല രസമാണ് കേട്ടോ. ഈ ഷർട്ട് ഇനി വേറെ ലെവലാവും. നല്ല രസമുള്ള കളറല്ലത്. ഈ കളറിന് എന്താ മറ്റേ വെള്ള ഉണ്ടാക്കാറല്ലേ? എന്ത്? ആ മറ്റേ അതിന് ഇത് ഇത്ര മുങ്ങിയിട്ടില്ലല്ലോ. ഇത്രക്കങ്ങട് മുങ്ങി കിടക്കടേ. അതിനെവിടെ? അത് ശ്വാസം ഉറപ്പും എടുക്കാനുള്ള സ്ഥലം അതിൽ കിട്ടിയില്ലല്ലോ. ഇതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ കളറാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഭംഗി ഉണ്ടാവില്ല ആ ഡ്രസ്സ്. നമുക്ക് വലിയൊരു ചെമ്പ് കിട്ടും നോക്കി കിട്ടാൻ കേട്ടോ. അവിടെ സായിമോനെ എങ്ങനെ വീഡിയോ എടുപ്പിക്കാന്ന് ഇന്നുമോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട് അലക്കി വിടണമൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യോ, ഒരു പിങ്ക് ബ്രഷ് നാം നിർത്തോണ്ട് തരുമോ? അപ്പൊ ഓഫ് ആക്കാനാ പറഞ്ഞേ. പിന്നെ ഞാൻ ഇങ്ങനെ പോയി എടുക്കാൻ ഞാൻ പറയുമ്പോഴത്തുണ്ടാ മതി. അതൊക്കെ അവിടെ നല്ല പഠിപ്പിക്കണം. ഇന്ന് സായിക്കുട്ടി എല്ലാം പഠിക്കും. ഞാനേ കുറേ ദിവസമായിരുന്നു മോളിൽ കയറി വന്നിട്ട്. അപ്പോൾ മോളിൽ കയറി വന്നപ്പോൾ നമ്മളെ ഇഞ്ചിത്തയ്യൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. വേപ്പില എപ്പോഴും നേരെ പൊട്ടിച്ചിരിക്കണോ? ഞാന് എന്തിന്? ഒരല്ലേ അത് പൊട്ടിച്ചാലുള്ള ഒരു പുതിയ ഉണ്ടാക്കാനുള്ള ത്വര ഉണ്ടാവുക. എല്ലാവരും പൊട്ടിച്ചാളെ തുറച്ചിട്ട് അപ്പൊ പിന്നെ മരാവും, അത് ബുദ്ധിമുട്ടാകും. ഭയങ്കര ഉണങ്ങിട്ട് എടുക്കണം. അല്ല ഇതൊക്കെ ഇവിടെ നിൽക്കുകയാണ് കേട്ടേ.
ഇത് കണ്ടു പോകാൻ ഞാനിവിടെ ചേമ്പ് കൊടുന്ന് വെച്ചിരിക്കണ്. ആ ചെടി മൊത്തം ഉണങ്ങിയില്ലേ? ഞാൻ വന്ന് ചേമ്പല്ല, അത് അവിടെ നിന്ന് മണി പ്ലാന്റ് ഉണങ്ങിയ കൊണ്ടുവച്ചാണ്. ചേമ്പ് അത്രേ. ആ ചെടി എല്ലാം ഉണങ്ങി. ആ ചെടി പിടിച്ചാൽ കിട്ടില്ല. അത് എനിക്ക് വയ്യ. ഞാനിനി എല്ലാം പ്ലാസ്റ്റിക് ചെടികളാക്കാൻ പോവാ. നമ്മളെ കൊണ്ട് അതൊക്കെ നടക്കുള്ളൂ. ജീവുള്ള ചെടികൾ നോക്കിയെടുത്താലേ നല്ല പ്രയാസം. അപ്പോൾ നമ്മൾ ഇനി കാണിച്ചാൽ നമ്മളിന്ന് പകൽ മുഴുവൻ കളർ മുക്കലല്ലായിരുന്നോ? പകൽ മുഴുവൻ കളർ മുക്കിയിട്ട് ഇതിന്റെ കൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല. ഇതിന്റെ ലൈറ്റ് പച്ച കിളിപ്പച്ച ഷർട്ട് കാണിച്ചു കൊടുത്തിരുന്നു. ആ ഓക്കെ. ആ ഷർട്ട് ഈ കളർ ആക്കിയിട്ടുണ്ട്. അയ്മ ഡൊണാൾഡ് ട്രംപിന്റെ അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇത് വെള്ള കളറാണ്, പച്ച കളറാണ്, കുഴപ്പമില്ല, നമ്മക്കത് പറിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞു. ഇതിനൊക്കെ വലിയ പണിയാവും. രസമല്ലേ ഇപ്പൊ? എന്തേലും ഇടാൻ ഇല്ല. അതങ്ങനെ ഒരു ഫാഷൻ. അപ്പൊ അങ്ങനെ ഇതായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഈ വെള്ളം ഇറ്റുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഉണക്കിടാം. സായിക്കുട്ടി വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ആ പോണ് വെള്ളം പുറത്തു കൂടെ നിറച്ച് വെള്ളം വയ്യേ. നിങ്ങളൊരു വയ്യാത്ത ആൾക്കാർ ഇവിടെ കാണിച്ചാൽ ഞാൻ ഒഴിക്കാം. ഇവിടെ തുണി ഉണക്കിടാൻ വന്നാല് വേറെ വല്ല പണിക്കും വന്നാ ഓ ഇരിക്കണ സ്ഥലമാണിത്. ഇവിടുന്ന് അനങ്ങൂല. പുറന്നപ്പോ വെള്ളം തെറിച്ചു വന്ന്. ഇത് ടീഷർട്ട് ഇടാത്തതിന് കുഴപ്പമില്ല. വെള്ളം കൊണ്ടു വീട്ടിലേക്ക് കേട്ടോ. മഞ്ഞള് നല്ല വൃത്തിക്ക് വരുന്നുണ്ട് അല്ലേ? ഈ മഞ്ഞളിന്റെ ഇല അങ്ങനെ ഉണങ്ങി വരുമ്പോ നമ്മള് പറിക്കും. ആണെങ്കി ഇപ്പൊ തന്നെ പറിച്ചു വെക്കൊക്കെ ചെയ്യാട്ടോ. സോറി മമ്മ, സോറി. ഇമ്മച്ചങ്ങനെ പറഞ്ഞ പോലെ തോന്നി എനിക്ക്. ആ ഉണങ്ങിയിട്ടാണ് പറിക്കാം. പക്ഷെ ഇപ്പൊ പറിക്കേണ്ട ആവശ്യം പോലെ പച്ചക്ക് നിക്കല്ലേ. തൽക്കാലം പറിക്കുന്നത് എന്തിനാ? നമുക്ക് കൊറേ ആയിട്ട് നമുക്ക് വിളവെടുക്കാം. ഇതിന്റെ ഇലകൾക്കൊക്കെ നല്ല വെള്ളം കഴിച്ചെടുക്കട്ടെ. കുളിപ്പിക്കാം. ഈ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാൻ വരുമ്പോ ഇതിനൊക്കെ ഇച്ചിരി വെള്ളം നനച്ചെടുത്തൊക്കെ തുണികൾ ഉണക്കിടാന്നല്ല ഞാൻ എങ്ങനെയൊക്കെയാ വരുന്നത്. പിന്നെ ഇപ്പൊ ഇതിന് വെള്ളം നനച്ചു കൊടുക്കണം. എന്തൊരു മടിയും കുട്ടികളാണ് ഇനി മേലാല് ഇതിന്റെ മുകളിൽ നിന്ന് വേപ്പില നുള്ളിയിട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ചു കേട്ടോ. നുള്ളാനായില്ല, ജീവൻ വെച്ച് വരട്ടതൊന്നേ. അതല്ല, വീട്ടിൽ തീരെ വേപ്പിൻ്റെ ഉണ്ടായിരുന്നില്ല. അപ്പഴങ്ങനെ ആലോചിച്ചു മേലെ നല്ല പൂത്ത് നിൽക്കണ വേപ്പിൻ്റെ തയ്യണ്ടല്ലോ. പിന്നെ എന്തിനു റിസ്ക് എടുക്കണോ? റിസ്ക് കണ്ടല്ലോ. ഇപ്പൊ കറക്റ്റായി. ഞാൻ എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് ജീൻസ് ഉണ്ടായിരുന്നു. ആ ബ്ലാക്ക് ജീൻസിന് ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഒന്ന് കളർ മുക്കും ചെയ്തു. കണ്ടോടേ നല്ല വൃത്തിയില്ലേ? അപ്പൊ രസമായി. ഇത് കുറച്ച് പഴകിയിരിക്കുന്നു. പഴകിയിരിക്കുന്നു, പുതിയതുപോലെ ആയില്ലേ? ഇനിയിപ്പോ ഇന്നുമോളം മൂട്ടി തന്നെ ഇത് നല്ല രസമായില്ലേ? അപ്പൊ എല്ലായിടത്തും നല്ല ബ്ലാക്ക്, പ്യൂർ ബ്ലാക്ക്. ഇനി ഞാൻ അടുത്ത കളർ നോക്കി കാണിച്ചു തരാം കേട്ടോ. ഈ ചുരിദാർ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടർക്കൊക്കെ അറിയുണ്ടാവും. നമ്മൾ ഇളം നീല ചുരിദാറായിരുന്നു. അത് ഞാൻ പിങ്ക് ആക്കിയിരുന്നു. ഇതാണ് ഞാൻ ആദ്യമായിട്ട് കളർ മുക്കിയ ചുരിദാർ കേട്ടോ. അപ്പോൾ അങ്ങനെ കളർ മുക്കിയപ്പോൾ കുറച്ച് കളർ അവിടെ ഇവിടെയൊക്കെ പിടിക്കുക അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് നല്ല കറുപ്പ് കളറാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് കറുപ്പല്ലൊരു ബ്രൗണിഷ് ഷെയ്ഡ് എനിക്ക് തോന്നുന്നത്. രസമുള്ള കളർ. അതായത് ആ പച്ച കളർ ഉണ്ടായിരുന്നല്ലേ, ആ പച്ച കളറിലേക്ക് ഞാൻ ഒരു കറുപ്പ് പാക്കറ്റ് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഒരു ബ്രൗണിഷ് കളറായി ഈ കളർ വന്നത്. ഓക്കെ, കൂടി പിടിച്ചിട്ടെ. ഇനി നമ്മൾ മെയിനായിട്ട് ഇന്ന് ഡ്രസ്സ് കളർ മുക്കാൻ വിചാരിച്ച ഡ്രസ്സിൻ്റെ കളർ എന്താക്കാരെന്ന് അറിയില്ല. കാരണം ഇത് ഫുള്ള് ശരിയായിരിക്കാൻ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ആ പാത്രത്തിൽ ശരിക്കും മുങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനിത് ഇനിയൊരു വലിയ പാത്രം കിട്ടിയിട്ട് ഒന്നും കൂടി മുക്കണം. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് റൂമിലത്തെ ബിനി ഓളത്തെ ചോദിച്ചു വെച്ചിരിക്കുന്നത് വലിയ പാത്രം ഉണ്ടോ ചോദിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നാട്ടിൽ അവർ വരും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇത് കളർ മുക്കും. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ കളർ എങ്ങനെയാണ് നോക്കിയോ. എന്താ എൻ്റെ മുഖത്തൊരു വിഷമം? മുഖത്തെന്താ സങ്കടം എനിക്കത്? അല്ല, ഈ ഡ്രസ്സ് കണ്ടിട്ട് നല്ലൊരു ഡ്രസ്സായിരുന്നു. ഇല്ല, അതിനൊരു കുഴപ്പം വരില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കണതൊന്നും നോക്കണ്ട. ഇത് ഞാനുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ. എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി പച്ചയിൽ മുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ശരിയാക്കും. എന്തായാലും ഞാൻ സെറ്റാക്കി തരും എനക്ക്. സെറ്റാവും. പിന്നെന്താ, അതാ കളറിന്റെ ആ ഒരു സാധനം അവിടെ കട്ട പിടിച്ച് എക്സ്ട്രാ ആയതാ. ഇതൊക്കെ നമ്മൾ നല്ല പുത്തൻ അടിപൊളി സംഭവമാക്കി തരും. ഇതിപ്പോ വെള്ളയല്ല, പച്ചയല്ല, അതിന്റെ എന്തോ ഒരു കളർ. അതാണ് അതന്നെ ഞാൻ ഉദ്ദേശിച്ചതായില്ലേ. എന്നാ പറയാം പോവാ. അങ്ങനെ നമ്മള് മരുന്ന് നേരായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്.
ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. പല കൂട്ടുകാരും എപ്പോഴും ചോദിക്കാറുണ്ട് ഇതിന്റെ ലിങ്ക് അയച്ചു തരുമെന്ന്. അത് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ ഊതൊക്കെ പൊക്കിപ്പിച്ചിട്ട് വീടിലൊക്കെ നല്ലൊരു ഐശ്വര്യം നടക്കട്ടെ കേട്ടോ.